കൂടുതൽ യന്ത്ര സാമഗ്രികളാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമെന്ന് നേരത്തെയും ഈ ദൗത്യ സംഘത്തിൽപ്പെട്ടവർ പറയുകയുണ്ടായി. അതൊരു അഭ്യർത്ഥന പോലെ മുന്നോട്ട് വയ്ക്കുകയാണ് അധികൃതർക്ക് മുന്നിൽ അവർ ചെയ്തത്. ഷഹീദ് തുടരുന്നുണ്ട് അവിടെ നിന്നും. ഷഹീദ്, പറയൂ, ഈ മറ്റു വീടുകളിലുമൊക്കെ ഇത്തരത്തിൽ അന്വേഷണം ഇനി നടത്തേണ്ടതാണോ, തെരച്ചിൽ നടത്തേണ്ടതാണോ, അതോ നേരത്തെ തന്നെ തെരച്ചിൽ നടത്തി അവിടെ നിന്ന് ജീവന്റെ തുടിപ്പുള്ളവരെയും അങ്ങനെ മൃതദേഹങ്ങളുമൊക്കെ നീക്കം ചെയ്ത വീടുകളാണോ ഇനിയുള്ളത്? മോത്തി, ഇനിയും കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. വീടുകൾക്കുള്ളിൽ മൃതദേഹങ്ങളുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അത്ര അനുഭവമാണ് ഇവിടെ നമുക്ക് എത്തിയപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു വീട്ടിൽ ഇവർ നേരിട്ടെത്തി ഈ വീട് പരിശോധിച്ചപ്പോഴാണ് ഈ വീട്ടിനകത്ത് 2 മൃതദേഹങ്ങൾ കണ്ടത്. അങ്ങനെ ഏതെല്ലാം വീട്ടിൽ അങ്ങനെ ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. അത് ഓരോ വീടുകളും അങ്ങനെ പരിശോധിക്കേണ്ടതുണ്ട്. അത് ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ അവർ കണ്ടെത്തുന്ന, പ്രാഥമികമായും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ പുറത്തു തന്നെ കണ്ടിരുന്നുണ്ട്. പുറത്തുനിന്ന് കാണുന്നുണ്ട്, മൃതദേഹങ്ങൾ പുറത്തുനിന്ന് കാണുന്നുണ്ട്. ഉള്ളിൽ നിന്നാണ് നമുക്കത് പെട്ടെന്ന് കാണാനോ തെരയാനോ പറ്റില്ല. ഇല്ല പറ്റിയിട്ടില്ല. പുറത്തുനിന്ന് തന്നെ ആളെ കാണുന്നുണ്ട്. കസാലയിൽ ഇരുന്ന ഒരുപക്ഷെ മറ്റു വീടുകളിലൊക്കെ എന്താണ് സ്ഥിതി എന്നുള്ളത് ആൾക്കാരെ ഈ വീട്ടിലും ഉണ്ടെന്നാ പറയുന്നത്. ഈ തൊട്ടടുത്ത വീട്ടിലും ആളുണ്ടെന്നാ പറയുന്നത്. അത് നമുക്ക് കാണാൻ പറ്റിയോ? ഇല്ല, അവിടെ കണ്ടിട്ടില്ല, ആളെ കണ്ടിട്ടില്ല. സ്മെല്ലുണ്ട്. അതുകൊണ്ട് ബോഡി ഉണ്ടാവും, സാധ്യത ഉണ്ട്. ഒരു ബോഡി അവിടെ ഉണ്ട്, ഇതിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ അതിന്റെ മേലെ അടിച്ച് പൊളിക്കണം. പൊളിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ. മോത്തി, ആളുകൾ പല ഭാഗങ്ങളിൽ, പല വീടുകളിലായി മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അവർ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അവർക്കത് കണ്ടു എന്നുള്ളതല്ല, അത് പുറത്തെടുക്കുവാൻ അവരുടെ എളുപ്പമല്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് വീടിൽ 2 മൃതദേഹങ്ങളുണ്ട്. തൊട്ടടുത്തുള്ള ഈ ഷെഡ് ഉള്ള ഷീറ്റ് മേഞ്ഞ വീട്ടിൽ ഒരു മൃതദേഹമുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ ഒരാൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് എത്രത്തോളം അത് പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ കൂടുതൽ സേനാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഈ രക്ഷാപ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നതാണ്. അവരുടെ കയ്യിൽ ചില ഉപകരണങ്ങൾ, പിക്കാസും അത്തരം ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതുപയോഗിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കഴിയുമോ എന്നാണ് അവർ പരിശോധിക്കുന്നത്. ഈ വീട്, പ്രത്യേകിച്ചും ഈ കോൺക്രീറ്റ് വീട് ഇതിനകത്ത് 2 മൃതദേഹങ്ങൾ കണ്ട സാഹചര്യത്തിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരും TDRF-നും ഒക്കെ ഒപ്പം ഇപ്പോൾ സേനാ അംഗങ്ങളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ കൂടുതൽ ഊർജിതമാകും, വേഗത്തിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷേ തൊട്ടടുത്ത് വേറെയും നിരവധി വീടുകളുണ്ട്. ഓട് മേഞ്ഞ വീടുണ്ട്, ഷീറ്റ് മേഞ്ഞ വീടുണ്ട്, മറ്റൊരു കോൺക്രീറ്റ് വീട് അപ്പുറത്ത് തകർന്ന് കിടക്കുന്നുണ്ട്. അവിടിൻ്റെ ഉള്ളിലൊക്കെ ഇവർക്ക് പോകാൻ കഴിയുമോ, കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല, ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആശുപത്രി കിടക്കയിൽ കഴിയുന്ന ജീവനോടെയുള്ള പരിക്കേറ്റ മനുഷ്യർ, അവരുടെ ഉറ്റവർ ഇവിടെയൊക്കെ മണ്ണിനടിയിലും വീടിനടിയിലും ഒക്കെ ഉണ്ട്. അവരുടെ മൃതദേഹങ്ങളെങ്കിലും ഞങ്ങൾക്ക് അവസാനമായി കാണാനോ പുറത്തെടുക്കാനോ കഴിയണം എന്ന് കേണപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എത്ര ശ്രമകരമാണെങ്കിൽ പോലും അവരെ എല്ലാം പുറത്തെടുക്കേണ്ടതുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ പുറത്തെടുക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സേനാംഗങ്ങളും മറ്റ് ഉപകരണങ്ങളും സംവിധാനങ്ങളും കൂടുതൽ വേണമെന്ന് എനിക്ക് ഇവിടെ കണ്ട സമയത്ത് തോന്നുന്നുണ്ട്. കാരണം പലരും ആളുകളുണ്ട്, ആൾബലമുണ്ട്, പക്ഷേ അവർക്ക് കായികമായി അവരുടെ കായിക ശേഷി കൊണ്ട് മാത്രം രക്ഷാപ്രവർത്തനം സാധ്യമല്ല. ഉപകരണങ്ങൾ വേണം. അത് പെട്ടെന്ന് തന്നെ കോൺക്രീറ്റും മറ്റ് ബീമുകളും ഒക്കെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യമുണ്ട്. മുറിച്ച് മാറ്റിയാൽ മാത്രമേ എളുപ്പത്തിൽ ഇവരെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് കൂടുതൽ ഉപകരണങ്ങൾ എത്തേണ്ടതുണ്ട്. അത് രക്ഷാപ്രവർത്തകർ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ സേന എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ എത്രത്തോളം ആധുനികമായ ഉപകരണങ്ങളുണ്ട് എന്നുള്ളത് അറിയില്ല. ഏതായാലും അവർ കൂടുതൽ എത്തിയത് രക്ഷാപ്രവർത്തനത്തെ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. മോത്തി, തീർച്ചയായിട്ടും സൈന്യത്തിന്റെ പക്കൽ അതിനുള്ള ആയുധങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കാം, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമവും തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ഒട്ടേറെ മൃതശരീരങ്ങൾ അവിടെ തകർന്ന വീടുകൾക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നത് ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരാണ് പല ആശുപത്രികളിലായി അലഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ എവിടെയാണ്, ജീവനോടെ ഉണ്ടോ, ഏത് ആശുപത്രിയിലേക്കാണ് അവർ ജീവനറ്റുപോയി എങ്കിൽ ആ ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുമായി എത്രയോ മണിക്കൂറുകളായി
ഊണുമുറക്കവും ഇല്ലാതെ ആഹാരമില്ലാതെ അങ്ങനെ അലഞ്ഞു നടക്കുന്നത്, ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് ആംബുലൻസുകൾക്ക് പിന്നാലെ ഓടി വരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരായിരിക്കണം ഈ തകർന്ന വീടുകളിൽ ചേതനയേറ്റ് ബാക്കിയായിട്ടുള്ളത്. അവരെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ദൗത്യ സംഘമുള്ളത്. ഷഹീദും കമലും ഒക്കെ നമ്മുടെ പ്രതിനിധികളായി അവിടെ നിന്നും ഒപ്പം ചേരുന്നുണ്ട്. എല്ലാ വിവരങ്ങളും തത്സമയം നമ്മളിലേക്ക് എത്തിക്കാൻ രാവിലെ തന്നെ മുണ്ടക്കൈയുടെ ദുരന്ത ഭൂമിയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. സൈന്യവും രക്ഷാദൗത്യം TDRF സേനയും ഒക്കെ അവിടെ സ്ഥലത്തുണ്ട്. അവരാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.